തകതീയം താരാതേ ദേ 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 തകതീയം താരാതേ ദേ 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 തകതീയം താരാതേ ദേ 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 തകതീയം താരാതേ. എല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും മുട്ടില്ല. തകതീയം താരാതേ കാലത്ത് എല്ലാവരും സാഹോദര്യത്തോടെ ജീവിച്ചു പോണു. അങ്ങനെ ഇരിക്കെ ദേവലോകത്തെ ദേവന്മാർക്ക് എന്ത് പൂണ്ടു? അസൂയ പൂണ്ടു. എന്ത് പൂണ്ടു? അസൂയ പൂണ്ടു. ഇത്രയും വളരെ നല്ല സ്നേഹത്തോടെ എല്ലാ ജനങ്ങളും പോകുന്നത് കണ്ടപ്പോൾ ദേവന്മാർക്ക് എന്ത് തോന്നി? എന്ത് തോന്നി മിക്ക? അസൂയ തോന്നി. എന്ത് തോന്നിയടാ? അസൂയ തോന്നി. അങ്ങനെ ഇരിക്കെ ദേവന്മാരിൽ ഒരാൾ വേഷം മാറി ഭൂമിയിലോട്ട് വന്നു. വേഷം മാറി എങ്ങോട്ടാ വന്നത്? ആരാ ഭൂമി ഭരിച്ചിരുന്നത്? ആരാ ഭൂമി ഭരിച്ചിരുന്നത്? മഹാബലി തമ്പുരാൻ. ആരാ ഭരിച്ചിരുന്നത്? മഹാബലി തമ്പുരാൻ. അങ്ങനെ ദേവന്മാരിൽ ഒരാൾ വേഷം മാറി ഭൂമി, മഹാരാജാവേ എനിക്ക് 3 അടി മണ്ണ് തരുമോ? 3 അടി മണ്ണ് തരുമോ? മഹാരാജാവ് എന്തു പറഞ്ഞു? എല്ലാവരെയും സഹായിക്കുന്ന സന്മനസ്സുള്ള മഹാരാജാവ് മഹാബലി പറഞ്ഞു, എടുത്തോളൂ, എന്റെ ഭൂമിയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ 3 അടി മണ്ണ് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേവൻ എന്ത് ചെയ്തെന്നറിയോ? എന്ത് ചെയ്തെന്നറിയോടാ? 1 അടി 2 അടി 3 അടി. ഇങ്ങനെയല്ലേ 3 അടി നമ്മൾ വെക്കണം. ദേവൻ 1 അടി വെച്ചപ്പോൾ തന്നെ ആകാശം മൊത്തം ദേവന്റെ കാൽച്ചുവട്ടിൽ വന്നു. ആകാശം മൊത്തം ദേവന്റെ കാൽച്ചുവട്ടിൽ വന്നു. 2ാമത്തെ അടി വെച്ചപ്പോൾ ഭൂമി മൊത്തം വന്നു. എന്ത് വന്നു? ഭൂമി മൊത്തം ദേവന്റെ കാൽച്ചുവട്ടിൽ വന്നു. ആകാശവും വന്നു, ഭൂമിയും വന്നു. ഇനി ഒരു സ്ഥലവുമില്ല. രാജാവാണെങ്കിൽ എന്താ പറഞ്ഞത്? 3 അടി എടുത്തോളാനും പറഞ്ഞു. എന്ത് ചെയ്യും മഹാരാജാവ്? എന്താ ചെയ്തത് ആ സമയത്ത്? മഹാരാജാവ് താൻ കുനിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, എന്റെ കാലും നിങ്ങളുടെ തല നിങ്ങളുടെ കാൽ എന്റെ ശിരസിന്റെ മുകളിൽ വെച്ച് അതും കൂടി എടുത്തോളൂ. എന്താ വെക്കാനാ പറഞ്ഞത്? എന്റെ ശിരസിന്റെ മുകളിൽ നിങ്ങളുടെ കാല് വെച്ച് അതും കൂടി നിങ്ങൾ എടുത്തോളൂ.